RSS
ഡിവൈഎഫ്ഐ ഇന്ന് ഇത്തരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന്റെ കാരണം നിങ്ങൾക്കറിയാവുന്നതാണ്. ഡിസംബർ 16 നടന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിനകത്ത് പാലക്കാട് നഗരസഭയ്ക്കകത്ത് കള്ളും മദ്യവും വർഗീയതും പ്രചരിപ്പിച്ച് 4 സീറ്റിന്റെ ബലത്തിൽ അധികാരത്തിലേറെന്ന് പറഞ്ഞ ഹുങ്കു പിടിച്ച BJP പാലക്കാട് നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസം പാലക്കാട് നഗരസഭയെ വർഗീയവൽക്കരിക്കാനും കാവ്യവൽക്കരിക്കാനും തീരുമാനിച്ചതിന്റെ ഭാഗമായിക്കൊണ്ടാണ് പാലക്കാട് നഗരസഭയെ ശ്രീരാമൻ ആലേഖനം ചെയ്ത ചിത്രവും ബാനറും ഇവിടെ ഡിസ്പ്ലേ ചെയ്തത്. ഇതുവരെ പാലക്കാട് നഗരസഭയ്ക്കകത്ത് കാണാത്ത തരത്തിൽ കാവ്യവൽക്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിനു മുമ്പ് ഇവിടെ BJP ഭരിച്ചപ്പോൾ പാലക്കാടിന്റെ ചരിത്രമായ 5 വിളക്ക് കാവ്യ നിറമടിച്ച് കാവ്യ പിടിപ്പിക്കാൻ നോക്കിയപ്പോൾ അന്നും എതിർത്ത് വന്ന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. അതിന്റെ ഭാഗമായിട്ട് 5 വിളക്കിന് അടിച്ച കാവ്യ നിറം മാറ്റി അടിപ്പിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐക്ക് കഴിഞ്ഞ പ്രസ്ഥാനമാണ്. ഇന്ന് പാലക്കാട് നഗരസഭയെ ശ്രീരാമൻ ആലേഖനം ചെയ്ത് ഇവിടെ മതസൗഹാർദ്ദം ഇല്ലാതാക്കിക്കൊണ്ട് മതസ്പർദ്ധ വളർത്തിവെക്കാൻ വേണ്ടി വർഗീയത വളർത്തുന്ന രീതിയിലേക്ക് പാലക്കാട് നഗരത്തിലെ BJPക്കാർ മാറിയപ്പോൾ അതിന് നേതൃത്വമായി BJPക്കാരുടെ നേതൃത്വം മാറിയപ്പോൾ അവർക്കുള്ള താക്കീതാണ്. ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും പാലക്കാട് നഗരസഭയിലും ഞങ്ങൾ സംരക്ഷിക്കും. അതിന് വേണാൽ ജീവൻ വേണാൽ ജീവൻ നൽകുമെന്ന് പറഞ്ഞ ആളുകളാണ് എത്തിയിട്ടുള്ളത്. ഇന്ന് ഇവിടെ നടക്കുന്ന പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് TM ശശിയാണ്. സഖാവ് TM ശശിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന ഡിവൈഎഫ്ഐയുടെ മുഴുവൻ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐയുടെ പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സഖാവ് K. ശിവദാസോടൊപ്പം എത്തിക്കുന്നു. സുഖാക്കളെ, ഇവിടെ കഴിഞ്ഞ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേരളത്തിൽ 2 നഗരസഭ മാത്രമാണ് കിട്ടിയത്. ഒന്ന് പാലക്കാടാണ്, മറ്റൊന്ന് പന്തളമാണ്. കേരളത്തിൽ 40 നഗരസഭയും കിട്ടിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. 35ഓളം കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിനാണ്. ആ 40 നഗരസഭ കിട്ടിയ ഇടതുപക്ഷ മുന്നണിയോ അല്ലെങ്കിൽ 35ഓളം കിട്ടിയ കോൺഗ്രസോ അവർക്ക് കിട്ടിയ ഏതെങ്കിലും ഒരു നഗരസഭയിൽ അവരുടെ പാർട്ടി പതാകയോ അവരുടെ നേതാക്കളുടെ പതാകയോ അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യേക ചിഹ്നമോ ഉപയോഗിച്ചുകൊണ്ട് ഒരു നഗരസഭയിലും കയറിയിട്ടില്ല. അതിന്റെ കാരണം ഇന്ത്യ എന്നത് മഹത്തായ മതനിരപേക്ഷ രാഷ്ട്രീയമാണെന്നും ആ തെരഞ്ഞെടുക്കപ്പെടുന്നത് വരെ രാഷ്ട്രീയ മുന്നണിയാണ്. എന്നാൽ ആ സ്ഥാപനത്തിനകത്തേക്ക് കയറിയാൽ ഒരു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ നീതി കിട്ടേണ്ട ഇടമാണ് ആ ഇടമെന്ന് ഈ കേരളത്തിലെ ഈ രാജ്യത്തെ മുഴുവൻ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്കുമുണ്ട്. പക്ഷേ മാന്യതയുടെ ഒരു ചെറു കണ്ണുക പോലും ഇല്ലാതെ ഈ രാജ്യത്ത് വർഗീയതയും അമ്പലവും അതുപോലെ തന്നെ അവനവന്റെ മറ്റു വ്യത്യസ്തമായ സകല ക്രൂരതകളും നടപ്പിലാക്കി അധികാരം പിടിക്കുന്നവർക്ക് ഈ പാലക്കാട് നഗരസഭയിലെ ആളുകളെ മേൽ പറഞ്ഞതുപോലെ വർഗീയത പ്രചരിപ്പിച്ച് 4 വോട്ടിന്റെ ബലത്തിൽ ഇവിടെ അധികാരം കിട്ടിയതിന്റെ പേരിൽ ഇതന്നെയാണ് ചാൻസ് എന്നും ആ ചാൻസ് മുതലെടുത്ത് പാലക്കാട് നഗരസഭയെ ഇത് കേരളത്തിന്റെ ഗുജറാത്ത് എന്ന് പറയുമ്പോ മനസ്സിലാക്കേണ്ടത് ഇത് ഗുജറാത്തോ UPയോ രാജസ്ഥാനല്ല, ഇത് ചുവന്ന മണ്ണ് കേരളമാണ്. ഈ കേരളത്തിൽ വർഗീയതയും കൊണ്ട് RSSകാരൻ വന്നാൽ ഈ പാലക്കാടല്ല കേരളം, ഈ പാലക്കാട് നഗരസഭ മാത്രമല്ല പാലക്കാട് ജില്ല എന്ന് അവരെ ഓർമ്മപ്പെടുത്തേണ്ടി വരും. നിങ്ങളുടെ ധിക്കാരം UPയിൽ മതി,
നിങ്ങളുടെ ഈ ധിക്കാരം രാജസ്ഥാനിൽ മതി, നിങ്ങളുടെ ധിക്കാരം അതുപോലെ ഉത്തർപ്രദേശിലോ നിങ്ങൾക്ക് ധിക്കാരം അതുപോലുള്ള വിദ്യാഭ്യാസമില്ലാത്ത മതനിരപേക്ഷത എന്തെന്നറിയാത്ത വർഗീയത പ്രചരിപ്പിക്കുന്ന ആ കേന്ദ്രങ്ങളിൽ മതി. ഇവിടെ വേണ്ട. അത് പറയുന്നതിന് വേണ്ടിയും നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നതിന് വേണ്ടിയാണ് ഇതുപോലൊരു മാർച്ച്. ഈ മാർച്ച് സൂചനയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നിങ്ങൾക്ക്